നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഈ സൗമ്യൻകാലോസ് എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്നത്. വചനിപ്പ് പെരുന്നാളിലെ പ്രഭാത പ്രാർത്ഥനയിൽ നല്ലവണ്ണം നിന്ന് വചനിപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ ഒരുക്കത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഒരുക്കം പൂർണ്ണമാകുകയാണെങ്കിൽ മറിയാമിന് ലഭിച്ചതായ അനുഭവം നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഒരുങ്ങുകയാണ്. സ്വയപരിശോധന ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലെ വചനിപ്പെരുന്നാൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഈ വർഷത്തെ വചനിപ്പെരുന്നാളെങ്കിലും ഞങ്ങളുടെ സ്വന്തം അനുഭവമാകണം. പരിശുദ്ധ കന്യാമറിയാമിന് വചനിപ്പെരുന്നാൾ ഉണ്ടായിടത്തോളം ആനന്ദം ഞങ്ങൾക്ക് വേണം. കഴിഞ്ഞകാല ജീവിതത്തിലെ നമ്മുടെ പാവങ്ങളാണ് കർത്താവിലുള്ളതായ സന്തോഷം നമ്മിൽ നിന്ന് ദൂരീകരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പാപം കയറി വന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനം അവിശ്വസിക്കുകയും പിശാചിൻ്റെ വചനം വിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് ഹവ്വായ്ക്ക് പാപം കയറി വന്നത്. വിലക്കപ്പെട്ട കനി മോഹനീയമായി തോന്നി. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം തള്ളിക്കളയുകയും പിശാചിൻ്റെ ബോൾക്ക് വിശ്വസിക്കുകയും ചെയ്തിട്ട് ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവനത്തിനും പ്രതാപത്തിനും വിധേയമായിട്ട് മോഹം കെട്ടുന്നിച്ച് പാവം എടുത്തിട്ട് മരണത്തെയും നമ്മുടെ ഹൃദയത്തിൽ പ്രസവിച്ചിട്ട് മരണത്തിൻ്റെ പ്രസവമുറിയായിപ്പോയി നമ്മുടെ ഹൃദയം. ആ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വരുത്താൻ പോവുക. നമ്മുടെയും നമ്മുടെ പൂർവ്വികരുടെയും ഹൃദയം പാപമരണം നടക്കുന്ന പ്രസവമുറിയായി മാറി. അവിടെ മഹാവൃത്തികെട്ട സ്ഥലമായി കിടക്കുക. അവിടേക്ക് മാലാഖയ്ക്ക് വന്ന് ജീവന്റെ വചനം തരാൻ വെറുപ്പും അറപ്പും ഉണ്ടാകും. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിനും ദൈവദൂതന്മാർക്കും വിശുദ്ധന്മാർക്കും അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ആ മരണസ്ഥലത്തെ, ആ വൃത്തികെട്ട സ്ഥലത്തെ വൃത്തിയാക്കി ക്ലീനാക്കി സുന്ദരമാക്കി കർത്താവിൻ്റെ വചനത്തിനായി ദാഹിച്ച് കാത്തിരുന്ന ദൈവേഷ്ടം ചെയ്യാൻ തയ്യാറായി സമർപ്പിക്കപ്പെട്ട ജീവിതമുള്ള മാതാവിൻ്റെ ആ ഹൃദയം നമുക്കുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ആനന്ദവും സന്തോഷവും എനിക്ക് തിരികെ തരണമേ എന്നാണ് 51-ാം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത്. നമുക്ക് തിരികെ കിട്ടേണ്ട സന്തോഷം മാമോദീസായുടെ അന്ന് നമുക്കൊരു സന്തോഷം കിട്ടിയതാണ്. പക്ഷെ നമ്മളത് മറന്നുപോയി. അപ്പോൾ സന്തോഷം തിരികെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കർത്താവിൽ വചനത്തിന് സ്വീകരിപ്പാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ അവകാശമുള്ള തിന്മ ഇറങ്ങിപ്പോകുമ്പോൾ പല നാശനഷ്ടങ്ങളും വരുത്തി അവൻ്റെ പ്രതിഷേധമൊക്കെ കാണിച്ചിട്ടേ പോവുള്ളൂ. അന്നേരമൊന്നും അശ്രദ്ധ വരരുത്. അവൻ പലതരത്തേക്ക് നമ്മുടെ സത്യത്തെ തിരിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്നെല്ലാം മനസ്സിനെ കേന്ദ്രീകരിച്ച് ആദിമാതാപിതാക്കൾക്കും ഞങ്ങളുടെ പൂർവികർക്കും മാമോദീസായിൽ ലഭിച്ചതായ ആ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സന്തോഷതൈലം കൊണ്ട് മാമോദീസായുടെ നമ്മളെ ഒന്ന് പൂശിയതാണ്. ആ സന്തോഷമെല്ലാം പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയി. കർത്താവെ ക്ഷമിക്കണം. സന്തോഷം നഷ്ടപ്പെടുന്ന പാപ സാഹചര്യങ്ങൾ എങ്ങനെയുണ്ടായി? ദാവീദ് കൃത്യവിലോപം വരുത്തി യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ, അമ്മോന്യരുമായി യുദ്ധം ചെയ്യേണ്ടയാൾ അലസനായി വീട്ടിൽ താമസിച്ചു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അലസതകൾ പാപത്തിലേക്ക് നയിക്കും. ആ അലസത പ്രാർത്ഥന മുടക്കിയായി മാറി. സന്ധ്യാപ്രാർത്ഥന അങ്ങ് മുടക്കി. പിശാചിന്റെ അവകാശം കൂടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയും മുടക്കി അലസതയിൽ തൻ്റെ മാളികയുടെ മുകളിൽ ഉലാത്തുന്ന ആ ഒരവസ്ഥയിലേക്ക് തന്നെ മാറ്റി. അത് പാപ സാഹചര്യങ്ങളിലേക്ക് നോക്കാനും കാണാനും ഒക്കെ ഇടയാക്കി. അങ്ങനെ കൺമോഹവും ജഡമോഹവും തൻ്റെ ഉള്ളിലുണ്ടായി. പാപവും മരണവും തൻ്റെ ഹൃദയത്തിലുണ്ടായി. സന്തോഷം നഷ്ടപ്പെട്ടു. പിന്നെ പാപം മറയ്ക്കുവാനുള്ള ബന്ധപ്പാടായി. ഒരു കൊല്ലത്തേക്ക് പിന്നെ പ്രാർത്ഥിക്കാനൊത്തിട്ടില്ല. നാഥാൻ പ്രവാചകൻ വന്ന് വീണ്ടും വചനം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാപബോധം വന്നത്. അപ്പോൾ ഇന്ന് ഈ വചനിപ്പ് പെരുന്നാളിൽ ഗബ്രിയേൽ മലാഖ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന വചനിപ്പാണ് ആദ്യം നടക്കേണ്ടത്. അത് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ജനനത്തിൻ്റെ ആ വചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ലഭിച്ച ശേഷം മാത്രമേ വചനം പാലായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ.
ആ പാല് കുടിച്ച് വളർന്ന യേശു ഒരു വേരൂന്നി പുഷ്പിച്ച് കായ്ച്ചു നിൽക്കുന്ന കായ്ക്കാൻ പാകമാകുന്ന സമയത്ത് മാത്രമേ യേശുവിനെ സ്വീകരിക്കുന്ന വചനിപ്പിന്റെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം മാതാവിന് ലഭിച്ചു, നമുക്ക് ലഭിപ്പാൻ നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കാം. സോമൻകാലോ പ്രിയേ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും അനുഗ്രഹങ്ങളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. നീതിയുടെ സൂര്യന്റെ മാതാവേ നിനക്ക് സമാധാനം, വിശുദ്ധിയുടെ കൊട്ടാരമേ നിനക്ക് സമാധാനം, വളരെ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന കപ്പലേ നിനക്ക് സമാധാനം. നിന്റെ കന്യാവ്രതത്തിന്റെ ഫലം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങൾ നിന്നെ പോലെ വെടിപ്പുള്ളവരായി ജീവിപ്പാൻ നിന്റെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഈ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാ പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളുടെ ആഴ്ചകാലം ഒക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സ്വയപരിശോധന നടത്തിക്കൊണ്ട് പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ചു മായ്ച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, അവിടുത്തെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവ് എണ്ണപ്പെടുവാൻ പാടില്ലാതെന്നും വളരെയും വലിയവുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിന്റെ പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ഏതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ നാഥാ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും ഓർത്തുള്ള സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ അവിടുന്ന് ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവ് അവിടെ ആത്മാക്കളെയും അറിവുകളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും മാതൃതയുമാകുന്ന പരിവിഞ്ഞ അവിടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താവേ, മഹത്വനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും ചെയ്യുന്നവനുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരവിളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കണ്ണയാൽ സകലകഠിന ശിക്ഷകളും വൈദ്യം അയച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങൾ നീക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരും യോഗ്യരാക്കണമേ. അങ്ങനെ അങ്ങേക്ക് ഇഷ്ടമുള്ളതും നീ യോഗ്യവും പ്രസാദകരമായ ക്രിസ്ത്യമുള്ളതാ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പുരുഷ സംബന്ധത്തിൽ പരീക്ഷിക്കപ്പെടാത്തവളായ കന്യകയിൽ വസിച്ച് ദാസവേഷം ധരിപ്പാൻ കൃപയോടെ തിരുമനസായ മിശിഹാ തമ്പുരാനെ, നീ ഞങ്ങളിൽ വസിച്ച് മരണത്തിന്റെയും പാപത്തിന്റെയും കഠിനമായ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഞങ്ങളെ നിനക്ക് ശുദ്ധമുള്ള ആലയങ്ങളും വെടിപ്പുള്ള ഭവനങ്ങളും ആക്കി തീർക്കണമേ. കന്യകയിൽ നിന്ന് ശരീരം എടുപ്പാൻ തിരുമനസായ കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും സമാധാനത്തിൽ ബന്ധിപ്പിക്കണമേ. നിന്റെ ഐക്യത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങളും തമ്മിലുള്ളതായ സ്നേഹം ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. നാശമില്ലാത്ത ജീവൻ അവകാശിപ്പാനും നിന്റെ മാതാവിനോടുകൂടെയും നിന്റെ പരിശുദ്ധന്മാരോടുകൂടെയും നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. വെടിപ്പുള്ള നിത്യകന്യകയെ നിനക്ക് ഭാഗ്യം. പരമാർത്ഥമുള്ള മാടപ്പറാവേ നിനക്ക് ഭാഗ്യം. ക്രൂപന്മാരുടെ രഥത്തേക്കാൾ ഉന്നതമുള്ളവളെ നിനക്ക് ഭാഗ്യം. ഐശ്വര്യങ്ങളുടെ നിക്ഷേപമേ നിനക്ക് ഭാഗ്യം. മന്നാതിൽ സൂക്ഷിക്കപ്പെട്ടതായ സ്വർണ്ണച്ചെപ്പേ നിനക്ക് ഭാഗ്യം. രണ്ടാമത്തെ ആകാശമേ നിനക്ക് ഭാഗ്യം. നിന്റെ പ്രാർത്ഥനയാൽ സഭയും നിന്റെ പ്രജകളും സകല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. രാജാക്കന്മാർ സമാധാനത്തിൽ ഇരിക്കുമാറാകണമേ. വിശ്വാസികളായി മരിച്ചവർ പാപമോചനം കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. പ്രമതറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളെ നിനക്ക് സമാധാനം. മനുഷ്യ കൈകൾ കൂടാതെ അതിൽ നിന്ന് കല്ല് വെട്ടിയെടുക്കപ്പെട്ട പരിശുദ്ധ പർവ്വതമേ നിനക്ക് സമാധാനം.
ജീവന്റെ മുന്തിരിക്കുലയെ പുറപ്പെടുവിച്ച വാഴ്ത്തപ്പെട്ട മുന്തിരിത്തണ്ടേ നിനക്ക് സമാധാനം. നിയമത്തിന്റെ പെട്ടകമേ നിനക്ക് സമാധാനം. കസ്കിയിൽ കണ്ടതായ അടയ്ക്കപ്പെട്ട വാതിലേ നിനക്ക് സമാധാനം. കന്യയായ മാതാവേ നിനക്ക് സമാധാനം. വളരെ പ്രായമുള്ള കഴിവിനെ പ്രസവിച്ച പരമാർത്ഥതയുള്ള മാടപ്രാവേ നിനക്ക് സമാധാനം. നിന്റെ പ്രാർത്ഥനയാൽ സകല വാഴ്വുകളും ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ. ദുഷ്പ്രവർത്തികൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പുറത്തെ അന്ധകാരത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ലോകങ്ങളും നാവലാരും നീക്കം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 15. പുസ്തകമുള്ളവർക്ക് എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 15, വാക്യങ്ങൾ 11 മുതൽ. കഴിഞ്ഞ കാലങ്ങളിലെ വചനപ്പെരുന്നാൾ പരാജയപ്പെടുത്തിയ മിഥ്യാബോധങ്ങൾ നമ്മൾ മാറണം. മിഥ്യാബോധം മാറി ശരിക്ക് ക്ഷാമം നോക്കണം. ആത്മീയവും മാനസികമായ ക്ഷാമം വന്ന് ശരിക്കും അങ്ങ് പട്ടിണി കിടക്കണം. ആരും ഇല്ലാതാകണം. അപ്പോഴേ ഹൃദയം ശുദ്ധമായിട്ട് അപ്പൻ്റെ വീട്ടിൽ പോയി സന്തോഷം അനുഭവിക്കാൻ പോകും. അപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ വചനം നമുക്ക് ഇമ്പമായി, രുചികരമായി, രസകരമായി തോന്നണമെങ്കിൽ നമ്മുടെ പാപമരണം, പാപരോഗം ഇതൊക്കെ മാറണം. മല്ലമ്പടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് പാൽപ്പായസം കുടിച്ചാൽ വല്ല രുചിയുണ്ടോ? ഒരു രുചിയില്ല. തേൻ കൊടുത്താൽ മധുരമുണ്ടോ? ഒന്നുമില്ല. എല്ലാം കയ്പാണ്. നമുക്ക് വചനം കയ്പാകുന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കാനൊക്കെ തള്ളിക്കളയുക. വചനം മധുരമാകണമെങ്കിൽ പിശാചിന്റെ വോക്ക് കേട്ട് വിശ്വസിച്ച് ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവിതത്തിന്റെയും പ്രതാപത്തിന്റെയും കെടുതികളുടെ ഫലമായി മരണം മാറണം, ജീവൻ വെക്കണം, മല്ലമ്പനിയും മാറണം. നാവിനും നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യം വന്ന് ബോധം തിരികെ കിട്ടി. എൻ്റെ അപ്പൻ നല്ല അപ്പനാണ്, എൻ്റെ വീട് സ്വർഗമായിരുന്നു, ഞാനത് കളഞ്ഞേച്ച് പോകുന്നു മുടിയൻപുത്രൻ പറഞ്ഞ ആ വാചകം പറഞ്ഞെങ്കിൽ ഇന്നത്തെ നമ്മുടെ വചനം പെരുന്നാൾ കർത്താവിൽ ആനന്ദിക്കുന്ന അനുഭവമാവുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആനന്ദം തിരികെ കിട്ടണമെങ്കിൽ പാപം കയറി വന്ന വഴികളെ അതിനെ തിരിച്ചുവിടണം. ഈ മുഖവരിയോടുകൂടെ മുടിയൻപുത്രൻ്റെ കാര്യം നമ്മൾ വായിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. ലൂക്കോസിന് സുവിശേഷം 15 അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുന്നു. ആ വീട്ടിലെ ചേട്ടനും മുടിയനായിരുന്നു, അനിയനും മുടിയനായിരുന്നു. അനിയൻ പോയിച്ചു വന്നു, സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. ചേട്ടൻ വെളുക്കിയാടി പരിഭവിച്ച് പിറുവിട്ടുകൊണ്ട് നിരാശനായി കഴിഞ്ഞുകൂടി. അപ്പോൾ ആ വീട്ടിലെ 2 മക്കളുടെ സ്വഭാവം നോക്കണ്ടാകും. നമ്മൾ ദൂരെയൊന്നും പോയില്ലെങ്കിലും വീട്ടിൽ തന്നെയാണെങ്കിലും മനസ്സ് ദൂരെയായിരിക്കുക. അനിയൻ ദൂരെ പോയി കൊതി തീർത്ത് അതിനകത്ത് ഒരു കഥയില്ലെന്ന് മനസ്സിലായി. എൻ്റെ എല്ലാ മോഹവും എൻ്റെ എല്ലാ ആശകളും തീർന്ന് അപ്പനും അപ്പൻ്റെ കൂടെയുള്ള ദാസ്യപ്പണിയും മതി, എനിക്ക് മകനെന്നുള്ള സാധനമൊക്കെ പോയി അവിടുത്തെ വേലക്കാരുടെ കൂടെയെങ്കിലും വല്ലതും കിട്ടിയാൽ മതി എന്നുള്ള തരത്തിൽ വന്നപ്പോൾ സന്തോഷിച്ച് തുടങ്ങി എന്നൊരു വചനം നമ്മൾ വായിക്കാൻ പോവുക. അങ്ങനെ ലൂക്കോസിന് സുവിശേഷം 15 അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലാണത് വരുന്നത്. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ആര്? ഇളയ മോനും അപ്പനും. അപ്പോൾ ചേട്ടൻ്റെ ആനന്ദം പോയി. ഇതിൻ്റെ ഏത് കൂട്ടത്തിലാണ് നമ്മൾ? പതിനിപ്പ് പെരുന്നാളിൽ ആനന്ദം പോയവരുടെ കൂട്ടത്തിലായിരിക്കുമോ ആനന്ദം കിട്ടിയവരുടെ കൂട്ടത്തിലായിരിക്കും? ഈ ലാക്കോടുകൂടെ നമുക്ക് വായിക്കാം. ശ്രദ്ധിച്ചു നോക്കുക. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ തൊന്നുറപ്പുകാരനായി ജീവിച്ച വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവനെ മുട്ടുവന്നു തുടങ്ങി. അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനേത്തിന്റെ വഴിയിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു.
പന്നി തിന്നുന്ന വളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവനെ കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാ ഭക്ഷണം കഴിഞ്ഞ് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സിലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിനെ ചെരുപ്പും ഇടുവീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ചെയ്യുന്ന പറയും. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. കർത്താവെ, ഈ ആനന്ദം ഞങ്ങൾക്ക് തിരികെ തരണം. മാമോദിസയായിട്ടൊന്നും കിട്ടിയതാ, അതിനുശേഷം അതെല്ലാം കൈവിട്ടുപോയി, മരിച്ചുപോയി. പിന്നെ കർത്താവ് പലപ്പോഴും ഉയർപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ രോഗിയായി. അങ്ങനെ നമ്മൾ ജനമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവനത്തിന്റെ പ്രഭാവം കൊണ്ടും നമ്മളിങ്ങനെ ദൂരദേശത്ത് ഇങ്ങനെ അലയുകയായിരുന്നു. നമുക്ക് വന്ന ക്ഷാമവും രോഗവും ശത്രുതയൊക്കെയാണ് നമ്മളോട് വരച്ചിരിക്കുന്നത്. അതിന് നന്ദി പറയാം. നമുക്കുണ്ടാകുന്ന ക്ഷാമം ആത്മഹത്യ ചെയ്യാനല്ല, ഭ്രാന്ത് പിടിക്കാനല്ല, അത് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ വേണ്ടി ഉപയോഗിക്കണമെന്നാണ്. 16-ാമത്തെ വയസ്സിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അന്നേരം ദൈവം ആ മനുഷ്യന്റെ വീട്ടിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നുവന്ന്, നീ മരിക്കാൻ പോവുകയാണോ? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ എനിക്ക് വേണ്ടി ജീവിക്കുക, ഇങ്ങനെ മരിക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ 17-ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിന് സമർപ്പിച്ചത്. ആ ചെറുപ്പക്കാരനാണ് 71-ാം വയസ്സിൽ നിങ്ങളോടിപ്പം സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം പോകുന്നത് നല്ലതാണ്, ഒന്നും ഇല്ലാതാകുന്നത് നല്ലതാണ്. എങ്കിലേ പിതാവിന്റെ സന്തോഷത്തിന്റെ വില എന്നാന്ന് അറിയുള്ളൂ. അത് കഴിഞ്ഞേ ഈ സന്തോഷം, ആ സന്തോഷം നമ്മൾ കൃഷി ചെയ്ത് കൊയ്തെടുത്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും, എല്ലാ വർഷവും. വരാമെന്ന ബന്ധുക്കുസിയിൽ സന്തോഷത്തിന്റെ വലിയ വിളവെടുപ്പ് നടക്കണം. ഇപ്പോൾ സന്തോഷം അഡ്വാൻസ് ആയിട്ട് കർത്താവ് തരും. അതനുഭവിച്ചിട്ട് എനിക്കിനി കൃഷി ചെയ്തുണ്ടാക്കണം എന്ന് പറഞ്ഞ് ഈ വചനം ഇപ്പൊ വിജയിച്ചാൽ അടുത്ത ബന്ധുക്കോസി നമ്മുടേതായിരിക്കും. അത് സന്തോഷവും ആനന്ദവും എല്ലാം വിളവെടുത്ത് 100 പേനയോളം ഉണ്ടാക്കി അനേകം കൊടുത്ത് അനേകം മുടിയംപുത്രന്മാരെ മുടിച്ചിപുത്രിമാരെ എല്ലാം സ്വീകരിക്കുന്ന വീടായി നമുക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് കുറ്റബോധമുള്ളവർ, പാപബോധമുള്ളവർ ഓരോരുത്തരായി വന്ന് ഈ മരണത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, കയ്പിൽ നിന്നും എന്നെ വിടുവിച്ച് എനിക്ക് വചനം തേൻ പോലെ ഇമ്പമായ അനുഭവം, പാല് പോലെ എനിക്ക് ഹൃദ്യമാകണം. അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഹുസോയ പ്രാർത്ഥന നടത്തും. അപ്പൊ ഈ ബോധമില്ലാതെ പോയ ഒത്തിരി മരിച്ചുപോയവർ നമുക്കുണ്ട്. അവരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയും, മക്കളെ, ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു, ഞങ്ങൾ വെള്ളം കിടാതിരുന്ന് വിഷമിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ മക്കളിലപ്പൻ എന്നുള്ള നിന്നാ സ്തുതിയോട് ചൊല്ലി അവസാനം മറ്റുള്ള എല്ലാ വിശുദ്ധന്മാരെയും വിളിച്ചു വരുത്തി നമുക്ക് ഈ ധൂപപ്രാർത്ഥന തുടരുന്നതോടെ ക്രൂസോയ പ്രാർത്ഥനയും നടക്കുന്ന കാര്യം. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ പുസ്തകമുള്ളവർക്ക് എടുക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 1, വാക്യങ്ങൾ 26 മുതൽ 38 വരെ. ലൂക്കോസ് 1:26 മുതൽ. എലിസബത്ത് ഗർഭിണിയായതിന്റെ 6-ാം മാസത്തിൽ ഗലീലായിലെ നസറേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേപ്പ് എന്നു പേരുള്ള ഒരുവനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ ചെന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു.
അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ അഭിവാദനം എന്താകുന്നുവെന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയാമേ, ഭയപ്പെടേണ്ട, എന്നാൽ ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന പേര് വിളിക്കണം. അവൻ മഹാനാകും. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ജനത്തിന്മേൽ അവനെന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകയില്ല. മറിയാം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കുക, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായി അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് അറിയപ്പെട്ടിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. ദൈവമാതാവിനുള്ള അറിയിപ്പിന്റെ വചനിപ്പിന്റെ പെരുന്നാൾ ദിവസം നമ്മൾ ഈ വചനം ഒരിക്കൽ കൂടെ വായിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കന്യാമറിയാമിനെ സമീപിച്ച് മാലാഖയിലൂടെ നടന്നതായി ഈ വചനിപ്പിന്റെ അനുഭവം നമ്മുടെയും അനുഭവമാകാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നത്. നമ്മുടെ അടുത്ത് മാലാഖ വന്നിട്ടുണ്ടോ? ഈ ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? ദേഹവും ദേഹി ആത്മാവുമുള്ള നമ്മുടെ വ്യക്തിത്വത്തിന്റെ ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഒരു കന്യകയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഓൾ സോൾസ് ആർ ഫെമിനിൻ. നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. പുരുഷന്മാരുടെ ദേഹിയും കന്യകയാണ്. എല്ലാ മനുഷ്യരുടെയും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കന്യകയായിരിക്കുന്ന നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രായപൂർത്തിയാവുകയാണെങ്കിൽ അത് പുഷ്പിക്കുമെന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു ചെടി പോലെ യേശുവിൻ്റെ വചനത്തിൻ്റെ അതിൽ വേരൂന്നി വളർന്ന് അത് പുഷ്പിച്ചു കഴിയുമ്പോൾ പിതാവായ ദൈവം തമ്പുരാൻ നമ്മുടെ നിത്യജീവിതമുള്ള ഒരു നിത്യ ജീവവൃക്ഷമായി നമ്മളെ വളർത്തിയെടുക്കുമെന്നാണ് പറയുന്നത്. ജീവജലനിധിയുടെ നദി നമ്മളിൽ നിന്നൊഴുകി അതിൻ്റെ കരയ്ക്ക് വളരുന്നൊരു വർഷമായി നമുക്ക് വളർന്ന് 12 മാസം പുത്തൻ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാകാൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ഒരു പുല്ല് പോലെയോ പുഷ്പിച്ച് നിൽക്കുന്ന ഒരു പുല്ല് പോലെയാണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 1:25 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാം ജനനം എന്ന് പറയുന്നത് ഒരു പൂ പോലെ മാത്രം. അതിൽ പരാഗണമല്ല ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് നേട്ടോടെ താഴെ വീഴുമ്പോൾ ഞാൻ ജീവിതമില്ല. ഈ ആകാശവും ഭൂമിയും ഈ ശരീരം എല്ലാം പോകാനുള്ളതാണ്. പക്ഷേ അത് പോകുന്നതിന് മുമ്പ് നിത്യതയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു പുഷ്പം നമുക്ക് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ നിന്ന് വികസിച്ച് വരികയാണെങ്കിൽ, ആ പുഷ്പത്തിൽ വചനമാകുന്ന പൂമ്പൊടി വീഴുകയാണെങ്കിൽ, ആ പൂമ്പൊടി ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആ പരാഗണം നടന്നതിന് ശേഷം അത് കായായിട്ട് മാറും. ആ കായ വൃക്ഷമായി വളരും. ആ വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ കഴിയും. നിത്യതയുണ്ട്. ഈ ആകാശം പോയാലും ഭൂമി പോയാലും വീട് പോയാലും ആരോഗ്യം പോയാലും ഒന്നും പേടിക്കണ്ട. എത്രയും വേഗം ഈ വചനിപ്പൊന്ന് നടന്നു കിട്ടിയാൽ മതി. പിന്നെ വചനിപ്പ് നടന്ന അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കുന്ന പരാഗണം നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പുഷ്പത്തിന്റെ പൂ അതിന്റെ എതിളുകൾ പോയാലും അതിന് പേടിയില്ല. അതിനൊരു കായുണ്ട്. ആ കായിലൂടെ അത് വളർന്നു വരും. ഇതായിരിക്കട്ടെ നമ്മുടെ ലാക്ക്. ഇത്രയും നാൾ നമ്മൾ സഭയിൽ ജീവിച്ചിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ ഫെർട്ടിലൈസേഷൻ നടന്നോ? കർത്താവേ, ഞാൻ നിന്നിൽ വേരൂന്നുന്നു. എനിക്ക് എൻ്റെ ദേഹിയുടെ മണ്ഡലത്തിലെ പ്രായപൂർത്തിയാക്കണം. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കപ്പെടാമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പ്രായപൂർത്തിയായി പുഷ്പിക്കാൻ സാധിക്കും. അത് ആത്മീയമണ്ഡലത്തിൻ്റെ പ്രത്യേകത. അധിക സമയമൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ പിതാവിനോട് നമ്മൾ അപേക്ഷിക്കുക, പിതാവേ, ഞങ്ങളുടെ ദേഹിയുടെ മണ്ഡലത്തെ ഒരു കന്യകയായി സൃഷ്ടിച്ചതിന് നന്ദി. ആ കന്യക
ഇന്ന് അവളെ ഒന്ന് പ്രായപൂർത്തിയാക്കണം. ആ കന്യകയുടെ ദേഹിയുടെ മണ്ഡലം ഒരു ചെടിയിലെ പുഷ്പം പോലെ ഒരു പുണ്യ പുഷ്പമായി വികസിച്ച് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. നീതിയും സൂര്യനായ ആ സ്വർഗീയ ആ പിതാവിന്റെ പ്രകാശത്തിലാണ് ഈ മൊട്ടുകളെല്ലാം വിടരുന്നത്. ഇപ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം വികസിച്ച് നിൽക്കുന്ന ഒരു പുഷ്പം പോലെയാകുവാൻ ദൈവത്തിന്റെ പ്രകാശം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുഷ്പം വികസിച്ച് നിൽക്കുമ്പോൾ മാലാഖ വന്ന് പൂമ്പടി ഇടുവാൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിയും മാലാഖമാരുടെ ആ പൂമ്പാറ്റയുടെ സ്പർശനവും ഉണ്ടായാൽ നമുക്ക് പരാഗണം നടന്നു കിട്ടും. ഈ ആരാധനയുടെ മധ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ജാഗ്രതയോടെ നിൽക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിയും മാലാഖമാരുടെ ആ പൂമ്പാറ്റകളുടെ വരവും പോക്കുമിന്റെ ഇടയിൽ പരാഗണം നടന്നു കിട്ടുകയാണെങ്കിൽ കന്യാമറിയാമിനെ പോലെ തന്നെ യേശു കുഞ്ഞിന്റെ അമ്മമാരാകാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. ആ വലിയ ഭാഗ്യത്തിൽ ഈ അമ്മമാരെല്ലാവരും കൂടെ ചേർന്നാണ് അവസാനം കർത്താവിന്റെ മണവാട്ടി ഉണ്ടാകുന്നത്. ആ വലിയ ഭാഗ്യത്തിന് നമുക്ക് ഇത് ഒരവസരം തന്നിരിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപമരണത്തോടും എല്ലാ പാപരോഗത്തോടും എല്ലാ പാപക്ഷീണങ്ങളോടും അശുദ്ധികളോടും വിരസതയോടും കയ്പിനോടും യാത്ര പറഞ്ഞിട്ട് വചനം മധുരം പോലെ ഉൾക്കൊണ്ട് ആ പരാഗണം നടക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ പിതാവിലും പുത്രനുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കി പരിശുദ്ധ റൂഹായിലുള്ളതായ നമ്മുടെ വിശ്വാസം ഇപ്പോൾ പുതുക്കുന്ന സമയം. ഇന്ന് യാചിക്കേണ്ട ഈ സമയത്ത് നമ്മൾ യാചിക്കാൻ പോകുന്ന കാര്യം പരിശുദ്ധാത്മാവിന്റെ നിഴലടിയിലാണ്, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിയിലാണ് മറിയാമിന്റെ പുണ്യപുഷ്പത്തിൽ പരാഗണം നടന്നത്. അതേ കാറ്റടിയും അതേ നിഴലടിയും ഇന്നിവിടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിഴലടിയിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിയിൽ ദൂതന്മാരുടെ സ്പർശനത്തിൽ നമുക്ക് പൂമ്പൊടി നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ വീഴാൻ ഇപ്പോൾ പറ്റിയ സമയമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒന്നാമത്തെ വചനിപ്പിൽ കർത്താവ് പൂമ്പൊടി പോലെ മാതാവിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ഒരു കുഞ്ഞായി മാറി. ആ വചനം വളർന്ന് 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 മാംസം ധരിച്ച് മാതാവിൽ നിന്ന് കിട്ടിയതായ ആ ശരീരം ഉപയോഗിച്ച് 30-ാം വയസ്സിൽ പരസ്യമായി യോർദാൻ നദിയിൽ സ്നാനമേറ്റ കാര്യം ഓർപ്പിക്കാനാണ് ഇപ്പോൾ ധൂപക്കുറ്റി പിടിച്ചുകൊണ്ട് ശുശ്രൂഷ കഴിഞ്ഞ തലകുനിഞ്ഞ് നിന്നത്. പുരോഹിതനും തലകുനിച്ച് സ്വർഗത്തിലെ പിതാവ് പുത്രനെ സാക്ഷിച്ച സമയം കാണിക്കാൻ വേണ്ടിയാണ് എല്ലാ കുർബാനയിലും ഇങ്ങനെ ധൂപക്കുറ്റി വാഴ്ത്തുന്ന സമയം. തൃത്വത്തിന്റെ ചരിത്രത്തിലെ വെളിപ്പാടാണ് നടക്കുന്നത്. പിതാവിന്റെ ശബ്ദം കേട്ടു, പുത്രൻ പ്രിയപുത്രനാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നത്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ചരിത്രത്തിൽ വെളിപ്പെട്ട സുദിനമാണ് കർത്താവിന്റെ ദനഹാ പെരുന്നാൾ. അത് ജനുവരി മാസം 6-ാം തീയതി വരാൻ പോകുന്നു. പക്ഷെ ആ പെരുന്നാൾ എല്ലാ കുർബാനയിലും ഉണ്ട്. ദനഹാ പെരുന്നാളും വചനിപ്പ് പെരുന്നാളും എല്ലാം എല്ലാ കുർബാനയിലും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വചനിപ്പ് എന്ന് പറയുന്നത് പല വിധത്തിലാണ് ഓരോ ദിവസം നമ്മൾ അനുഭവപ്പെടുന്നത്. ആദ്യമായി ഇതുവരെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയപുഷ്പത്തിൽ പുണ്യപുഷ്പത്തിൽ പൂമ്പൊടി വീണില്ലെങ്കിൽ ഇന്ന് ആദ്യമായി പരാഗണം നടക്കുന്ന പുഷ്പങ്ങൾ ഇതിനവിടെ നിൽപ്പുണ്ട്. ആദ്യമായി ആയുസ്സിൽ ഇതുവരെയും പരാഗണം നടന്നിട്ടില്ലാത്ത ഇന്ന് മാത്രം പുഷ്പിച്ച് ഇന്ന് മാത്രം പൂമ്പൊടി വീഴുന്ന ചില പുഷ്പങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അതിൽ യേശു പ്രവേശിച്ച് ശരീരം ധരിക്കാൻ പോവുകയാണ്. എന്നാൽ ഇതിനു മുമ്പ് ആ പരാഗണം നടന്ന കായായവരുണ്ട്. ആ കായ്ക്ക് വളരാനുള്ള വളമായിട്ടായിരിക്കും വചനം വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ വചനത്തിൽ ഏതെങ്കിലും രോഗം ബാധിച്ചെങ്കിൽ രോഗശമനത്തിനുള്ള വചനമായിട്ട് വചനം അയച്ച് സൗഖ്യമാക്കുന്നൊരു വചനമുണ്ട്. അപ്പോൾ രോഗികൾക്ക് വചനിപ്പ് സൗഖ്യമായിട്ടാണ് വരുന്നത്, സൗഖ്യമാക്കും. അങ്ങനെ നമുക്ക് മുറിവുള്ളവർക്ക് മുറി ഉണക്കുന്ന വൈദ്യനായ ഡോക്ടറായി വചനം വന്ന് നമ്മളെ സ്പർശിക്കും. ഇങ്ങനെ പലർക്ക് പല അനുഭവം. ഈ വന്നിരിക്കുന്നവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇതുവരെയായിട്ടും വചനിപ്പ് നടക്കാത്തവർക്ക് അങ്ങനെ വചനിപ്പ്. അത് കഴിഞ്ഞ് വചനം പാലായിട്ടൊരു കുഞ്ഞിന് അമ്മ മാതാപിതാക്കൾ ആഹാരം കൊടുക്കുന്നത് പോലെ ആഹാരമായി ജീവന്റെ അപ്പമായി കർത്താവ് വരും. ഇങ്ങനെ പല അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാകും. കഴിഞ്ഞ പദവി അവസ്ഥയിൽ നിന്ന് അടുത്ത പദവിയിലേക്ക് നമ്മൾ വളർന്ന് നമ്മൾ യേശുവിനെ പോലെ ആകണം, യേശുവിനോളമാകണം, യേശുവിനോട് ചേരേണ്ടവരാകണം. അതിന് നമ്മൾ യാചിക്കാൻ പോവുക. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളോടും എല്ലാ നമ്മുടെ വൈരുദ്ധ്യങ്ങളോടും എല്ലാ കോൺഫ്ലിക്റ്റിനോടും യാത്ര പറയാം. ഒരേ മനസ്സോടെ കർത്താവേ, നീ ഞങ്ങൾ ജനിക്കുകയും വളരുകയും ഞങ്ങൾ നിന്നെ പോലെ ആകുന്നവരെയും ഈ കൃപായം നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കൃപാനെ അംഗീകരിക്കുവാന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇന്ന് വായിച്ച തിരുവചനത്തിലെ
അവസാനത്തെ വാക്യം എന്തായിരുന്നു? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:38 ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാലാഖ അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ കന്യാമറിയാം ഇങ്ങനെ സമർപ്പിച്ച് മാതാവ് വചനം സ്വീകരിക്കുന്നത് വരെ മാലാഖ സമാധാനം കൊടുത്തുകൊണ്ട്, സ്വർഗീയ ആനന്ദം കൊടുത്തുകൊണ്ട് കൂടെ നിന്നു. യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ മാലാഖ അങ്ങ് പോയി. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും കർത്താവ് നേരിട്ട് ആ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് നമ്മൾ മാത്രമായിരിക്കേണ്ട ഒരു കാലം നമുക്കുണ്ട്. എല്ലാവരെയും അങ്ങ് മാറ്റിക്കളയും. മാലാഖ മാറിയതുപോലെ എല്ലാവരെയും മാറ്റും. കന്യാമറിയാമിന്റെ വിവാഹ നിശ്ചയം ചെയ്യുന്ന യോസേപ്പിനെ അങ്ങ് മാറ്റി. നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം അങ്ങ് മാറ്റി. മാലാഖ ഉണ്ടായിരുന്നു, മാലാഖയും പോയി. ഇനി അകത്ത് കയറിയിരിക്കുന്ന വചനം മാത്രം കൂടെ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാലമുണ്ട്. അങ്ങനെ മാത്രമേ യേശുവിന് വളരാനൊക്കെ, വേറെ ആരും കൂടെ ഉണ്ടാകാൻ പാടില്ല. ഒരു കുഞ്ഞിനെ അമ്മ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് രഹസ്യമായ അമ്മയുടെ ഉദരത്തിൽ 9 മാസം വളരുക. ആ കുഞ്ഞിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കുഞ്ഞിന് ഒറ്റയ്ക്ക് അവിടെ യേശുവിന്റെ സാന്നിധ്യത്തിൽ, കന്യാമറിയാമിന്റെ ഉദരത്തിൽ യേശു വളർന്നതുപോലെ വേണം നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വളരാൻ. യേശുവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അതുപോലെ ദൈവസാന്നിധ്യ ബോധത്തിൽ വളർന്നെങ്കിലേ സമാധാനമായ സ്വസ്ഥമായ നല്ല ഭാവിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വചനിപ്പിന്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ തരുന്ന സന്ദേശം ഇതാണ്: കന്യാമറിയാമിനെ സമർപ്പിക്കുവാൻ, ഹൃദയത്തെ ഒരുക്കുവാനും മെരുക്കുവാനുമാണ് വചനം വന്ന് ആദ്യം പ്രവർത്തിച്ചത്. കന്യാമറിയാമിന്റെ സംശയങ്ങളെല്ലാം മാറി. ഒരു നല്ല തീരുമാനമെടുത്തു. നല്ല തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴാണ് വചനം മാംസമായി തീരാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അമ്മയാകണം, എൻ്റെ കർത്താവിൻ്റെ സഹോദരനോ സഹോദരിയോ ആകണം, എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാകണം. എനിക്ക് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി പിതാവ് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുത്രനെ നമുക്ക് തന്നപോലെ നമ്മളെ അടുത്ത് പുത്രനും കൊടുത്തിരിക്കുക. ഞാൻ യേശുവിൻ്റേത് മാത്രമാണെന്നുള്ളൊരു ബോധം. അങ്ങനെ മാത്രമേ യേശു കുഞ്ഞിന് വളരാനൊക്കെ ഉള്ളൂ. വേറെ ആർക്കും ഒരു അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വളർച്ചയ്ക്ക് അത് തടസ്സമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് നീ മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മളെ സമർപ്പണം പുതുക്കി കന്യാമറിയാം ആദ്യത്തെ കുറെ മാസങ്ങൾ രഹസ്യമായി വേറെ ആരെയും അറിയിക്കാതെ കുഞ്ഞിനെ വളർത്തി. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായി. ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ദൈവം തമ്പുരാൻ അത് വേറെ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള, നമുക്ക് കൂട്ടായ്മ തരേണ്ട അവർക്ക് ദൈവമാണ് വെളിപ്പാട് കൊടുക്കുന്നത്. അതെവിടെയാണെന്ന് ഈ ധ്യാനമന്ദിരം ആ എലിസബത്തിന്റെയും മറിയാമിന്റെയും കൂട്ടായ്മ നടത്തിയ സ്ഥലത്തിന്റെ സ്ഥാനമാണ് ഈ സങ്കേത ഭവനത്തിനുള്ളത്. വ്യക്തിപരമായി യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഇവിടെ വരുമ്പോൾ കാണും. ആ ഒരാളോട് ഒരുമനപ്പെട്ട് ആരാധന നടത്തിയാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടായിരിക്കും. 1, 2, 3 പേരെങ്കിലും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് തരുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ധ്യാനമന്ദിരത്തിന്റെ പ്രത്യേകത അതാണ്. അവിടെ ദൈവനിയോഗപ്രകാരം ദൈവാത്മാവിന്റെ വെളിപ്പാടനുസരിച്ച് വരികയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കുരിശിന്റെ ചുവട്ടിൽ പോവുകയൊക്കെ ചെയ്താൽ ദൈവം വ്യക്തിപരമായി നിങ്ങൾക്ക് വചനവും അനുഗ്രഹങ്ങളും ആശ്വാസവും സമാധാനം തന്നുകൊണ്ടായിരിക്കും. അവൻ നമ്മുടെ സമാധാനം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, എഫേസ്യർ 2:14. അപ്പോൾ സമാധാനമായ യേശുവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം കെടുത്താൻ ഒത്തിരി പേര് കാണും. പക്ഷേ ഈ സമാധാനമായ യേശു ഭാഗത്തുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം പോവുകയില്ല. സമാധാനം നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ദുഷ്ടനാണ് കലക്കിക്കളയുന്നത്. അപ്പോൾ ഇത്രയും നാളായിട്ടും ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സമാധാനം ഇല്ലെങ്കിൽ ഇതുവരെയും വചനമോ കർത്താവോ നമ്മുടെ അകത്ത് കയറിയിട്ടില്ലെന്നാണ് ഈ അർത്ഥം. വചനവും കർത്താവ് അകത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് നല്ല സമാധാനമായിരിക്കും, പുറത്ത് ഭയങ്കര ബഹളവുമായിരിക്കും. പക്ഷെ ആ ബഹളത്തിനിടയിൽ നമ്മുടെ സമാധാനം പോവുകയില്ല. കന്യാമറിയാമിന്റെ ഉള്ളിൽ യേശു രഹസ്യമായിട്ട് വളർന്നപ്പോൾ അത് യോസേപ്പിന് മറച്ചു വെച്ചതുകൊണ്ട് യോസേപ്പിന് സംശയരോഗം വന്നു. ആ സംശയരോഗത്തിന്റെ കെടുതികൾ മാതാവിന്റെ ഉള്ളിലെ കുഞ്ഞിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചില്ല. ആ കുഞ്ഞിനെയും കൊണ്ട് മാതാവ് തന്നെ മനസ്സിലാക്കുന്ന ആളിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. 3 മാസം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംശയരോഗിയുടെ സംശയരോഗം മാറാനുള്ള വെളിപ്പാട് ദൈവം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ യേശു കുഞ്ഞിനെയും മാതാവിനെയും സംരക്ഷിക്കുന്ന സംരക്ഷകനായി യോസേപ്പ് മാറുകയാണ്. ഇങ്ങനെ പടിപടിയായിട്ട് കുറേശ്ശെ യേശു വളരെയുള്ളൂ, നമുക്ക് അംഗീകാരം കിട്ടുകയുള്ളൂ. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ സംശയരോഗത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും മധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന വചനത്തിന് മാത്രമേ നമുക്ക് സമാധാനം തരാൻ കഴിയുള്ളൂ. വേദോത്സവത്തിൽ എഴുതിയിരിക്കുന്ന വചനമോ പ്രസംഗിച്ച് കേട്ട വചനമോ ഒന്നുമല്ല നമുക്ക് ആശ്വാസം തരും. നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റി പിടിച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. ഹൃദയത്തിന്റെ പലകയിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം. ആ വചനം കയറി നമ്മുടെ മാംസം ധരിച്ചുകൊണ്ടേയിരിക്കും. ആ വചനം നമ്മുടെ ശക്തി വലിച്ചെടുത്ത് വളർന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് അറിയാൻ സാധിക്കും. അത് കുറെ കഴിയുമ്പോൾ
മനസ്സിലാക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതകാലത്തിൽ പെന്തക്കോസ്തി ആകുമ്പോൾ സകലർക്കും ഈ യേശുവിനെ കാണിച്ചു കൊടുക്കത്തക്കൊണ്ട് നമുക്കുള്ള ലൈസൻസ് കിട്ടും, എല്ലാവരെയും നേടുവാനുള്ള അവസരം കിട്ടും. അതുവരെയും നമ്മൾ പടിപടിയായി വളരണമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വചനം ആദ്യമായി ലഭിച്ചവർക്കുള്ള ഈ സന്ദേശം, കിട്ടിയിരിക്കുന്ന അനുഭവം ഇപ്പം ആരോടും പറയണ്ട, അത് രഹസ്യമായി സൂക്ഷിക്കുക, രഹസ്യമായി വളരട്ടെ. ആത്മാവിൽ ആ വെളിപ്പാട് കിട്ടുന്നവരെ നമ്മളോട് പറഞ്ഞ് നിന്റെ ഉള്ളിൽ യേശു ഉള്ളത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് എഴുത്തെഴുതി കൊലോസ്യ സഭക്കാരെ അറിയിച്ചു, നിങ്ങളുടെ ഉള്ളിൽ യേശു മറിഞ്ഞിരിക്കുന്നത് ഞാൻ ദൂരെ ഇരുന്ന് കാണുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ യേശു മറിഞ്ഞിരിക്കുന്നതൊരു വലിയ രഹസ്യമാണ്, ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട രഹസ്യമാണ് വചനിപ്പ് കഴിഞ്ഞുള്ള യേശുവിനെ. അങ്ങനെ പൗലോസ്യ, അത് നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചു കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ പൗലോസ്യ ദൂരെ ഇരുന്നുകൊണ്ട് കൊലോസ്യ സഭയ്ക്ക് എഴുതുകയാണ്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ യേശു കുഞ്ഞ് വളരുന്നത്. ആ എലിസബേത്തിന് മാതാവിൻ്റെ ഉള്ളിൽ യേശു കുഞ്ഞിനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇത് യേശു കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്ന ഒരു അമ്മയാണെന്നുള്ളത്, കർത്താവിന്റെ അമ്മയാണെന്നുള്ള കാര്യം തിരിച്ചത്. ഇങ്ങനെ നമ്മൾ പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നവരോടൊപ്പമാണ് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടത്. അത് ധ്യാനമന്ദിരത്തിലും പള്ളിയിലും ആരാധന സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ളൊരു ദൈവം നമുക്ക് കരുതിയിട്ടുണ്ടെന്ന് അവിടെ പോകാറുള്ളതെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾ വളർന്ന് യേശുവിനെ പോലെയാകണം, യേശുവിൻ്റെതാകണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. ഏത് അനുഭവത്തിലും ഈ ഉള്ളിൽ വന്നിരിക്കുന്ന യേശുവിന് നമുക്ക് ശക്തിയും ധൈര്യവും സ്വാതന്ത്ര്യവും തരാനുള്ള കഴിവുണ്ടെന്നുള്ള ബോധത്തിൽ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നുള്ള ആ വചനം അന്വർത്ഥമാക്കുന്ന ആളാണ് യേശു. അപ്പം ദൈവത്തെ നമുക്ക് കൂടെയുള്ള ആളായിട്ട് തിരിച്ചറിഞ്ഞ് നമുക്കുള്ള അംഗീകാരബോധവും വിജയബോധവും സംരക്ഷണബോധവും സ്നേഹബോധവും എല്ലാം തന്നെ നമുക്ക് നല്ലൊരു ശാന്തത, നല്ലൊരു സ്വസ്ഥത, നല്ലൊരു സന്തോഷം, ആ സന്തോഷത്തിൽ യേശു കുഞ്ഞ് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വചനപ്പിന്റെ പെരുന്നാൾ ഇങ്ങനെ സമാഹരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വർഷത്തെ വചനപ്പ് പെരുന്നാൾ ആവശ്യപ്പാൻ ഞങ്ങളെ ഒരുക്കിയതിന് നന്ദി പറയുന്നു. തന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പുണ്യപുഷ്പങ്ങൾ വീണിരിക്കുന്നതായ ആ പൂമ്പടിയെ ഒരു കായായിട്ട് മാറ്റാൻ വേറെ ആരും അറിയാതെ, ആരെയും കാണിക്കാതെ, ആരും അറിയാതെ രഹസ്യമായ യേശു കുഞ്ഞിനെയും കൊണ്ട് മാതാവ് പോയതുപോലെ ഞങ്ങളും നടക്കുവാനിടയാകണം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നവർ മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ കർത്താവ് കൽപ്പിക്കുമ്പോൾ മാത്രം യേശുവിനെ കാണിച്ചാൽ മതി എന്നുള്ള ബോധത്തോടെ ഞങ്ങളുടെ ജീവിതയാത്ര നിന്ന് കിട്ടിയ യേശുവിൽ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് ആ ആനന്ദം ഞങ്ങളുടെ ആ യേശു കുഞ്ഞിനെ വളർച്ചയ്ക്കുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജീവിതയാത്ര ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും